ഗോപിക മാഡം ഇപ്പോഴും ഇവിടെ തന്നെയാണോ താമസം? ഭർത്താവിന്റെ അടുത്തൊന്നും പോവാറില്ലേ? ഒരു മാറ്റവും ഇല്ല അല്ലേ ഗോപാൽജി? ഇവൻ കുടിച്ച് നശിച്ചെന്നല്ലേ മോളി ഞങ്ങളോട് പറഞ്ഞേ? അതെ, നശിച്ച അവസ്ഥയിലായിരുന്നു. പക്ഷെ മാധവന്റെ മക്കൾക്ക് സംഭവിച്ച നാശത്തെക്കുറിച്ച് അറിഞ്ഞപ്പോ കൊടിയൊക്കെ നിർത്തി അച്ഛൻ പഴയ അനിൽകുമാറായി. നമ്മുടെ ശത്രുക്കളുടെ നാശം തുടങ്ങിയെന്നറിയുമ്പോ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഒരു ഊർജം കിട്ടില്ലേ ഗോപാൽജി? അതാണ് എനിക്കിപ്പോ കിട്ടിയിട്ടുള്ളത്. ആ മാധവൻ കാരണം എനിക്കെന്റെ ജോലി പോയി. ഇപ്പൊ അയാളുടെ മക്കളുടെ നാശം കാണാൻ എന്നെ തിരിച്ച് നാട്ടിലെത്തിച്ചതും വിധി തന്നെയാണ് ഗോപാൽജി. അതെ അതെ, വല്ലാത്ത വിധി തന്നെ. ഞാൻ എപ്പോഴും എന്റെ മോളോട് പറയും, ഗോപാൽജിയുടെ കൂടെ തന്നെ നിൽക്കണം. എന്നാ നമ്മുടെ കാര്യങ്ങളെല്ലാം അദ്ദേഹം തന്നെ നോക്കിക്കൊള്ളൂന്ന്. അല്ലേ മോളെ? അതെ അതെ. ഗോപാൽജി, ഞാനിനി ഈ നാട്ടിൽ തന്നെ ഉണ്ടാവും. ജീവിതം വീണ്ടും ആദ്യം മുതൽ തുടങ്ങാൻ പോവല്ലേ. അപ്പോ എനിക്ക് ചില സഹായങ്ങളൊക്കെ വേണ്ടി വരും. ഗോപാൽജി മനസ്സറിഞ്ഞ് തന്നെ സഹായിക്കണം എന്നെ. നമുക്ക് നോക്കാം. അയ്യോ, നോക്കിയാ പോരാ, ഉറപ്പ് തന്നെ തരണം. പണ്ടത്തെ ഗോപാൽജി അങ്ങനെ ആയിരുന്നില്ലേ? ശരി, ഞാൻ വേണ്ടത് ചെയ്യാം. അത് മതി. എന്നാ ഞങ്ങൾ ഇറങ്ങിക്കൊള്ളു. വാ മോളെ. അല്ല, എനിക്ക് കുട്ടിയെ മനസ്സിലായില്ലല്ലോ. ഞാൻ സഞ്ജുവിന്റെ വൈഫാ, സ്വപ്ന. ഓ, ഇവള് ഗിരിയുടെ അനിയത്തിയാ. കുട്ടി ശങ്കറിന്റെ മോളാണോ? അതെ. അതേതായാലും നന്നായി ഗോപാൽജി. ചേരേണ്ടവർ തമ്മിലല്ലേ ചേരൂ. നടക്കട്ടെ. നീ എന്തിനാ മോളെ ഒറ്റയ്ക്ക് ആശുപത്രി പോകുന്നത്? കുറച്ചുനേരം കാത്തുനിന്ന ഗിരി വരും. അവന്റെ കൂടെ പോയാ പോരെ? വേണ്ടമ്മേ, ഗിരിയേട്ടൻ പുതിയ ജോലിക്ക് കയറിയതല്ലേ ഉള്ളൂ. ഇപ്പോഴേ വീട്ടുകാരുടെ ആവശ്യങ്ങൾക്ക് ലീവ് ചോദിക്കുന്നത് ശരിയല്ല. എന്നാ ഞാനും കൂടി വരാം. വേണ്ടമ്മേ, എനിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പ്രീതി, നീ ചെക്കപ്പിന് പോയിട്ട് കുറെ നാളായില്ലേ? വാ, നമുക്ക് ഒരുമിച്ച് പോവാം. തള്ളയ്ക്കൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാം. ഇനി എനിക്ക് ചെക്കപ്പിനൊന്നും ആവശ്യമില്ല മഞ്ജു. ഇവൾ അബോർഷൻ ചെയ്തതും ഗിരിയുമായിട്ടുള്ള ബന്ധത്തെ പറ്റിയൊക്കെ മഞ്ജുവിനോട് പറയോ? അവളെ തകർക്കാൻ ഇനി വേറൊന്നും വേണ്ട. അതെന്താ ചെക്കപ്പിന്റെ ആവശ്യമില്ലാന്ന് പറയുന്നേ? അത് ഞാൻ അവള് കഴിഞ്ഞയാഴ്ച ഡോക്ടറെ കാണാൻ പോയതേ ഉള്ളൂ. ചെക്കപ്പൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത മാസമേ ചെക്കപ്പ് ഉള്ളൂ. ഓഹോ, പ്രീതി ചെക്കപ്പിന് പോയോ? സാധാരണ പോകുമ്പോ എന്നോട് പറയാറുള്ളതാണല്ലോ. കഴിഞ്ഞ തവണ ഒരു വയറുവേദന വന്നപ്പോ ആശുപത്രിയിലേക്ക് പോയതാ. കൂട്ടത്തിൽ ചെക്കപ്പ് നടത്തിയെന്നേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ്, എല്ലാം ഓക്കെയാണ്. എന്നാ ശരി, ഞാൻ ഇറങ്ങട്ടെ. ശരി അമ്മേ. എന്തായിരുന്നിട്ട് നിന്റെ ഉദ്ദേശം? എന്നോട് ചോദിച്ച ചോദ്യത്തിന് സത്യസന്ധമായ ഉത്തരം പറയുക മാത്രമായിരുന്നു എന്റെ ഉദ്ദേശം. പക്ഷെ അമ്മയ്ക്ക് വേണ്ടി എനിക്ക് നുണ പറയേണ്ടി വന്നു. മഞ്ജു പ്രഗ്നന്റ് ആണെന്നുള്ള പരിഗണനയെങ്കിലും നീ അവൾക്ക് കൊടുക്കണം. വെറുതെ സത്യം അവളെ അറിയിച്ച് മഞ്ജുവും ഗിരിയും തമ്മിലുള്ള ദാമ്പത്യം നീ തകർക്കരുത്. അവരുടെ ദാമ്പത്യം ഞാൻ എന്തിനാ തകർക്കുന്ന? അതല്ലെങ്കിലും തകർന്ന അവസ്ഥയിലല്ലേ. അമ്മയടക്കം ഈ കുടുംബത്തിലുള്ള എല്ലാവരും അവളെ സഹിക്കുന്നത് ആ കുഞ്ഞിന് വേണ്ടി മാത്രം. കുഞ്ഞിനെ നമ്മുടെ കൈ കിട്ടിയ എല്ലാവരും പണ്ടത്തെ പോലെ മഞ്ജുവിനെ വെറുക്കാൻ തുടങ്ങും. ഇങ്ങനെ പരസ്പരം വെറുത്ത് ഒരുമിച്ച് ജീവിക്കേണ്ട കാര്യം എന്താ ഉള്ളത്? അന്തസ്സായി പിരിയുന്നതല്ലേ നല്ലത്. അമ്മ തന്നെ ചിന്തിച്ചു നോക്ക്. മഞ്ജുവിന്റെ അച്ഛനെ ഗിരിയേട്ടൻ കൊല്ലാൻ കൂട്ടു നിന്നിട്ടുണ്ട്.
ഗിരിയേട്ടനെ മഞ്ജു സ്നേഹിക്കുന്ന പ്രതീക്ഷിക്കുന്നത് പോലും മണ്ടത്തരവാ. എന്നിട്ടും ആ കുഞ്ഞിന് വേണ്ടി എല്ലാവരും ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിക്കുക. അമ്മ പേരക്കുട്ടിയുടെ ഭാവിക്ക് വേണ്ടി സ്വന്തം മകന്റെ സന്തോഷം തകർക്കുക. നീ പറയുന്നത് പോലെയൊന്നും അല്ല കാര്യങ്ങൾ. ഗിരിക്ക് മഞ്ജുവിനെ ശരിക്കും ഇഷ്ടമാണ്. ആ ഇഷ്ടം കാരണം തന്നെയാ അവര് തമ്മിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അവര് വീണ്ടും ഒരുമിക്കുന്നത്. അപ്പോഴും മഞ്ജുവിന് ഗിരി ആത്മാർത്ഥമായിട്ട് ഇഷ്ടമാണെന്ന് പറയാനുള്ള ആത്മവിശ്വാസം അമ്മയ്ക്ക് ഇല്ലല്ലേ? അമ്മ ചിന്തിച്ചത് ശരിയാ. മഞ്ജുവിന് ഒരു തരത്തിലും ഗിരിയേട്ടനോട് ഇഷ്ടം തോന്നാൻ സാധ്യതയില്ല. ഗിരിയേട്ടൻ മഞ്ജുവിന്റെ അച്ഛനെ കൊല്ലാൻ കൂട്ടുനിന്ന ആളാ. ഗിരിയേട്ടനെ മഞ്ജു എങ്ങനെ സ്നേഹിക്കുന്ന അമ്മയെ പറയുന്നത്? അതിനവക്കൊരിക്കലും കഴിയില്ല. മഹിമയെ പോലെ ഗിരിയേട്ടനോട് പ്രതികാരം ചെയ്യാൻ ഇറങ്ങി തിരിച്ചില്ലെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ മഞ്ജുവിന് എപ്പോഴും ഗിരിയേട്ടനോടൊരു ദേഷ്യം ഉണ്ടാവും. അങ്ങനെ ഗിരിയേട്ടനെ വെറുക്കുന്ന ഒരാളുടെ കൂടെ ജീവിതകാലം മുഴുവൻ കഴിയാൻ ആവശ്യപ്പെടുന്നത് തെറ്റല്ലേ? അമ്മയ്ക്ക് ഗിരിയേട്ടനെ മഞ്ജുവിന്റെ അടുത്തുനിന്ന് മോചിപ്പിച്ചൂടെ? എനിക്ക് വേണമെങ്കിൽ എളുപ്പത്തിൽ അവർ തമ്മിലുള്ള ബന്ധം തകർക്കാം. പക്ഷെ ഞാനങ്ങനെ ചെയ്യില്ല. കാരണം ഗിരിയേട്ടന് ഞാനങ്ങനൊന്നും ചെയ്യില്ല എന്ന് വാക്കുകൊടുത്തു. ഗിരിയേട്ടനോട് എനിക്ക് ആത്മാർത്ഥമായ സ്നേഹമുള്ളതുകൊണ്ട് ഞാൻ ആ വാക്ക് തെറ്റിക്കില്ല. പക്ഷെ അമ്മ ശാന്തമായി ചിന്തിച്ചു നോക്ക്. ഗിരിയേട്ടന് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ആഗ്രഹിക്കാനുള്ള അവകാശമില്ലേ? നീ എത്ര ഭംഗിയായിട്ടാ അവിഹിതം നടത്താൻ പ്രോത്സാഹിപ്പിക്കുന്നത്. സ്വയം ന്യായീകരിക്കാൻ ഇതിനേക്കാൾ നന്നായി പറ്റില്ല. എടി, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം പവിത്രമാണ്. അത് ഉടുത്തു മതിയായ വസ്ത്രത്തെ ഊരി മാറ്റുന്ന ലാഘവത്തോടെ ഭർത്താവിനെ ഒഴിവാക്കിയ നിനക്ക് പറഞ്ഞ മനസ്സിലാവില്ല. ഭാര്യയും ഭർത്താവും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കണം. അതാണ് സ്നേഹമുള്ള ദമ്പതികളും മാതാപിതാക്കളും ചെയ്യേണ്ടത്. സ്വന്തം സന്തോഷത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന നിന്നെ പോലുള്ളവർക്ക് പറഞ്ഞ അത് മനസ്സിലാവില്ല. ഞാൻ ഇപ്പൊ പറഞ്ഞതിന്റെ പേരിൽ നിനക്ക് ദേഷ്യം വന്ന് നിന്റെ കയ്യിലുള്ള ഫോട്ടോസ് ഓൺലൈനിൽ ഇടണമെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആയിക്കോ. അങ്ങനെ ചെയ്താ നിന്നെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോവും. ഗിരിയുടെ കൂടെ സുഖമായി ജീവിക്കാമെന്ന് നീ ഒരിക്കലും സ്വപ്നം കാണണ്ട. എടോ, തനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ? പ്രശ്നങ്ങളൊക്കെ തീർന്നോ? അങ്ങനെ വേണമെങ്കിൽ പറയാം. അക്കമ്മയെ വേറെ ജയിലിലേക്ക് ഷിഫ്റ്റ് ചെയ്തോ? ഇല്ല, പിന്നെ ഞാനും അക്കമ്മയും കമ്പനിയായി. എടോ, ആ കുറ്റവാളിയുടെ കമ്പനിയായോ? എങ്ങനെ? എന്നോട് ഉടക്കാൻ വന്നപ്പോഴേ അവർക്ക് അറ്റാക്ക് സംഭവിച്ചു. ഞാൻ അവരുടെ ജീവൻ രക്ഷിച്ചു. അതോടെ അവരെന്റെ വലിയ കൂട്ടുകാരിയായി. ഇപ്പൊ ഇവിടെ എനിക്ക് ഒരു കുഴപ്പമില്ല. എല്ലാം അക്കമ്മ വഴി എനിക്ക് നിയന്ത്രിക്കാം. തന്നെ ഞാൻ ഒരുപാട് വില കുറച്ചാ കണ്ടതെന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട്.